ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണിന്ന്. 78 വർഷങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 14 കഴിഞ്ഞുള്ള അർദ്ധരാത്രി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന പ്രസംഗം നാം ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണയായി ഓർമ്മിക്കാറുണ്ട്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീറ്റവരാണ് നാം എന്നും, അതിനാൽ കൊളോണിയൽ കാലത്തെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമൂഹം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടുള്ള വളരെ ആശയഗംഭീരമായ ഒരു പ്രസംഗമാണ്. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് വളരെ വലിയ ഒരാശയമാണ്. ജീവിതത്തിലെ മുഴുവൻ സന്ദർഭങ്ങളെയും ഇസ്ലാമിൻ്റെ വീക്ഷണകോണിലൂടെ, ഖുർആൻ കാണിക്കുന്ന വഴികളിലൂടെ, അതിന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയിലൂടെ നോക്കിക്കാണാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇത്തരം വിഷയങ്ങൾ നമ്മൾ പരാമർശിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് സംശയം തോന്നാനുള്ള സാധ്യതകളുണ്ട്. എന്തിനാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകത അതിനെ മറ്റുള്ള ജീവിതമാർഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന അതിൻ്റെ സവിശേഷത, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നിങ്ങൾ മറ്റെന്തെങ്കിലും പേര് വിളിച്ചുകൊണ്ട് അവിടെ അല്ലാഹുവിനും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കും പ്രവേശനമില്ല എന്ന് പറയാവുന്ന ഒരു പ്രത്യേക ഏരിയ അല്ലാഹുവിൻ്റെ ദീനിലില്ല. അതിനാൽ നാം നിർബന്ധിതമായി കടന്നു പോകേണ്ടുന്ന, നിർബന്ധിതമായി എന്ന് ഞാൻ പറയുന്നത് ഈ സമയത്തിൽ, സന്ദർഭത്തിൽ, ഈ കാലത്ത് ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി ഈ പ്രദേശത്ത് ജീവിക്കണമെന്നുള്ളത് നമ്മുടെ ഓപ്ഷനായിരുന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അതുണ്ടായത്. അതിനാൽ അവൻ നമ്മെ കടത്തിവിടുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഓരോന്നിൽ നിന്നുകൊണ്ടും അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എങ്ങനെ യഥാവിധി നിർവഹിക്കാമെന്ന് അറിയുക എന്നുള്ളതും അപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ ജീവിതത്തെ കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ ആളുകൾ പറയുന്നത് പോലുള്ള മതവിഭജനം അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. അതിനാൽ ഓരോ സവിശേഷ സാഹചര്യത്തിലും എന്താണ് ഈ സന്ദർഭം നമ്മുടെ ആലോചനകളിൽ ആവശ്യപ്പെടുന്നത് എന്ന് അന്വേഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇസ്ലാം സ്വാതന്ത്ര്യത്തെ കാണുന്നത് മനുഷ്യൻ അള്ളാഹു മനുഷ്യന് നൽകിയ മഹത്തായ ഒരാദരവായാണ്. മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അള്ളാഹുവാണ് എന്നുള്ളത് തന്നെ മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവാണ്. ഞാൻ ഓതി വെച്ച, പലപ്പോഴും കൂടെ നമ്മൾ അനുസ്മരിക്കാറുള്ള സൂറ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ കാര്യമാണ് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മകനെ, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവനെ നാം കരയിലും സമുദ്രത്തിലുമൊക്കെ അവനെ നാം പരത്തിയിരിക്കുന്നു. വറസഖ്നാഹു മിന ത്വയ്യിബാത്ത്, മെച്ചപ്പെട്ട വിഭവങ്ങൾ അവന് ഞാൻ നൽകുകയും വിശുദ്ധങ്ങളായ വിഭവങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, അള്ളാഹു സൃഷ്ടിച്ച മറ്റ് സകലതിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ളവയേക്കാളുമൊക്കെ സവിശേഷമായ ഒരു പദവി നൽകി നാം അവനെ ആദരിച്ചിരിക്കുന്നു. ആ പദവിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യനും അർഹമായ ഒരു കാര്യമായി ഇസ്ലാം മനസ്സിലാക്കുന്നു. അതേസമയം ഇസ്ലാം ജീവിതത്തെ മൊത്തത്തിൽ കാണുന്നത് പോലെ തന്നെ
സ്വാതന്ത്ര്യത്തെയും പരിധികളില്ലാത്തതോ കണ്ടീഷനുകളില്ലാത്തതോ ആയിക്കൊണ്ടല്ല അത് കാണുന്നത്. തൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്കും സുരക്ഷിതത്വത്തിനുമായി ധാർമ്മിക പരിധികളിൽ നിന്നുകൊണ്ട്, നിയമപരമായ പരിധികളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒന്നായിട്ടാണ് സ്വാതന്ത്ര്യത്തെ ഇസ്ലാം കാണുന്നത്. ഏതാണ് ഈ ധാർമ്മികമായ പരിധി, ഏതാണ് ഈ നിയമപരമായ പരിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ ജീവിത മാതൃകയിലൂടെ നമ്മെ പഠിപ്പിച്ച ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും ആദരിക്കാൻ പഠിച്ചുകൊണ്ട്, ആ ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ നോക്കിക്കാണാൻ പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ പേരാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് നാം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ തന്നെ സവിശേഷമായ ഭരണഘടനകളിലൊന്നാണ്. അതിൻ്റെ ആമുഖത്തിൽ സാധാരണയായി നമ്മൾ പറയുന്ന 4 വാക്കുകളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റിസ്, ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ ഈ 4 കാര്യങ്ങളായി പറയുന്നുണ്ട്. നീതി എന്ന് പറയുന്നത്, തുല്യത, സാഹോദര്യം എന്ന് പറയുന്നത്, ഇതുവഴി ഉണ്ടാകുന്ന ലിബർട്ടി, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ ഒരു സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് തുല്യരായി മനുഷ്യരെ കാണുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത വിധമുള്ള അനീതി, റേസിസം എന്ന് പറയുന്ന, വംശീയത എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മോശപ്പെട്ട രൂപങ്ങളിലൊന്നായ ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്ന ഒരു രാജ്യം. ആ രാജ്യം 200-250 കൊല്ലത്തെ കൊളോണിയൽ ഭരണത്തിന് ശേഷം ഇവിടെ സ്വന്തമായി തങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് അവർ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റിൻ്റെ പേരാണല്ലോ ഭരണഘടന. അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഇങ്ങനെയുള്ള 4 പദങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം ഇവിടെ ഈ നാടിന് നൽകിയ സേവനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുക, ജസ്റ്റിസ് നടപ്പിലാക്കാൻ ശ്രമിക്കുക, മനുഷ്യരെ മുഴുവൻ തുല്യരായി കാണുക, മനുഷ്യർ തമ്മിൽ സാഹോദര്യമുണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കുക. ഈ 3 ബോധങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഉദാത്തമായ ഒരു ബോധമുണ്ടാവുക എന്നുള്ളത് ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ഇസ്ലാം മത വിശ്വാസി എന്നുള്ള പേരിലും നമ്മുടെ പേരിൽ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്ത് നിലവിലില്ലാത്ത വിധം ഇക്വാളിറ്റിയെ സംബന്ധിച്ച, തുല്യതയെ സംബന്ധിച്ച ബോധം ലോകത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഈ ദീൻ, ആ ദീൻ വഴി വന്ന പ്രവാചകന്മാരായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ, ഹജ്ജിൻ്റെ വേളയിൽ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ കാണാറുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ജാഹിലിയ കാലത്തുള്ള, അജ്ഞാനകാലത്തുള്ള നിങ്ങളുടെ സകല പ്രിഫറൻസുകളും, മുൻഗണനകളും, സാമൂഹ്യ ബന്ധങ്ങളും, അന്ന് നിങ്ങൾ സമൂഹത്തെ നോക്കിക്കണ്ട രീതികളും എൻ്റെ കാൽച്ചുവട്ടിലിട്ട് ഞാൻ അരച്ചു കളഞ്ഞിരിക്കുന്നു. അന്ന് ദുൽഹജ്ജ് 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് 10 നടത്തുന്ന പ്രസംഗമുണ്ട്. അന്ന് റസൂൽ പറയുന്നു, ഈ ദിവസം എപ്രകാരം പരിശുദ്ധമാണോ, ഈ നാട് എപ്രകാരം പരിശുദ്ധമാണോ, ഈ മാസം എപ്രകാരം പരിശുദ്ധമാണോ, ഇപ്രകാരം പരിശുദ്ധമാണ് നിങ്ങളുടെ അന്തസ്സും രക്തവും എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളിൽ കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു അർഹതയും യോഗ്യതയുമില്ല, അവർ തഖ്വയുടെ കാര്യത്തിലല്ലാതെ. അള്ളാഹു നൽകിയ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിപ്പണിയാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, അത് നിങ്ങളുടെ മുൻഗണനകളിൽ, പ്രിഫറൻസുകളിൽ എത്രാമത് വരുന്നു എന്നതിനെ ആധാരമാക്കി മാത്രമാണ് നിങ്ങളുടെ അന്തസ്സ് ഉള്ളത് എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് അന്ന് വരെയുള്ള എഴുതപ്പെട്ട ലോകചരിത്രത്തിൽ, ഇന്ന് വരെ ലോകചരിത്രത്തെ എഴുതുമ്പോൾ ഇതിന് സമാനമായ പ്രഖ്യാപനങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ
പിതാവ് ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറബികൾക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ പദവികളില്ല എന്ന് പറയുന്ന ഒരു കാര്യം. ഇസ്ലാമിക ജീവിതം ഇസ്ലാം മനുഷ്യ ജീവിതത്തെ കാണുന്നത് ഏറ്റവും വലിയ രണ്ടടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരടിസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകത്വം എന്ന് പറയുന്ന സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം. ആ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ് മനുഷ്യൻ്റെ ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് വരുന്ന, മനുഷ്യനെ നോക്കി നടത്തുന്ന, ദുനിയാവ് നോക്കി നടത്തുന്ന ഒരു അള്ളാഹു. ആ അള്ളാഹുവിന് മാത്രം കേന്ദ്രമായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നയിക്കുക. അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ സമസൃഷ്ടികളോടുള്ള, മറ്റു മനുഷ്യരോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം? എന്നോ തറവാട് പിരിഞ്ഞു പോന്ന എൻ്റെ ഒരു സഹോദരനാണ്, സഹോദരിയാണ് ഇയാൾ. കാരണം ഞങ്ങളെല്ലാവരും ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് എന്നുള്ള ബോധം അതുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരുടെ പരമ്പര വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തസ്സാണ്. ആ അന്തസ്സ് നിലനിർത്താനുള്ള ശ്രമം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മളറിയാം. മറ്റൊന്ന്, എപ്പോഴാണ് മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് നമ്മൾ പറയുക? മറ്റുള്ള ആളുകൾക്കൊന്നും എൻ്റെ മേൽ യാതൊരു സ്വാധീനവുമില്ല. എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ്. അതിനാൽ അള്ളാഹു അല്ലാത്ത ഏത് ശക്തി നമ്മളുടെ ജീവിതത്തിൽ ആധിപത്യം ചെലുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരനാവശ്യമായ ഭാരങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കും. അതൊരു പക്ഷേ മതം കൊണ്ടു നടത്തുന്നു എന്നവകാശപ്പെടുന്ന പുരോഹിതന്മാരാവാം, അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ഭരണവർഗമായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മുഴുവൻ സോഴ്സുകളും കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. വിശുദ്ധ ഖുർആൻ ഇതിനൊക്കെ ഓരോ ടെംപ്ലേറ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഫിറൗനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഖാറൂനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഫിറൗന് എല്ലാ അധികാര പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്ന ഹാമാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പല രീതിയിൽ പുരോഹിതന്മാരായി അധികാരികളായി ഒക്കെ വന്നുകൊണ്ട് പാരമ്പര്യങ്ങളായി ഉണ്ടാവും. ചിലപ്പോൾ നാടിൻ്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഭിന്നമായി നടന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്ന സൂറ ഹൂദിലും ആറാഫിലുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവാചകന്മാർക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ബാപ്പകാരണവന്മാർ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലാത്ത ചില രീതികൾ, ചില ആരാധനാ മുറകൾ, സാമൂഹ്യ ബന്ധങ്ങളിലെ ചില അടിസ്ഥാനങ്ങൾ അതിവർ മാറ്റിപ്പണിയുന്നു എന്നുള്ളതാണ്. അതിനാൽ പ്രവാചക ശൃംഖല കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്ത്, സമൂഹത്തിൽ അത് വരുത്തേണ്ടുന്ന മാറ്റം എന്ത് എന്ന് വളരെ മനോഹരമായ രീതിയിൽ സൂറ ആറാഫിൻ്റെ 157 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. 156 ആയത്തിൽ അള്ളാഹു പറയുന്നു, വറഹ്മതി വസ്അത് കുല്ല ശൈ. എൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് വിശ്വാസി അവിശ്വാസി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഇല്ല. മദ്രസ കാലം മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അർ റഹ്മാൻ അർ റഹീം എന്നുള്ള വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നമ്മൾ പഠിക്കുന്നത് ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്ന അള്ളാഹു, ദുനിയാവിൽ ആഖിറത്തിൽ വഴിപ്പെട്ടവർക്ക് മാത്രം, അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ചവരോട് മാത്രം കാരുണ്യം കാണിക്കുന്നവൻ എന്ന് മദ്രസ കാലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ ഡെഫിനേഷനായി നമ്മൾ പഠിക്കുന്നുണ്ട്. ആശയം പറയുകയാണ് അള്ളാഹു മുഴുവൻ ആളുകളെയും മുഴുവൻ സംഗതികളെയും ചുറ്റി അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. അതേസമയം ജീവിതത്തിൽ തഖ്വ പാലിക്കുകയും ദരിദ്രരായ ആളുകൾക്ക് തങ്ങളുടെ സമ്പത്തുകൾ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ സവിശേഷമായി അവരെ ചുറ്റി നമ്മുടെ കാരുണ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് അവരുടെ അത്തരം ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നു. അല്ലദീന യതബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലുമൊക്കെ വന്നിരുന്ന അടയാളങ്ങൾ വെച്ച് നിങ്ങളിൽ അവതീർണനായിരിക്കുന്ന ഈ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട പൂർവ്വവേദങ്ങളിൽ പറയപ്പെട്ട പ്രവാചകൻ തന്നെയാണ് എന്ന് ഈ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കും. മഅറൂഫ് എന്ന പദം സാധാരണ മുഫസ്സിറുകൾ ധാരാളമായി അതിനെ വിശദീകരിച്ചിട്ടുണ്ട്.
അറിയപ്പെടുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് അർത്ഥം പറയാം. എന്ന് പറഞ്ഞാൽ സോഷ്യലി ആക്സെപ്റ്റബിളായ നോംസ് എന്തൊക്കെയാണ്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രചാരകരായിരിക്കും അവർ. വയൻഹൗന അനിൽ മുൻകർ വയൻഹൗഹും അനിൽ മുൻകർ, അവർ തിന്മയെ അവർ തടയാൻ ശ്രമിക്കും. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന വിശുദ്ധങ്ങളായ വസ്തുക്കളെ അവർ ഹലാലാക്കും. അതുണ്ട്. പുരോഹിതന്മാർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇസ്ലാം മനുഷ്യൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റും മനുഷ്യൻ്റെ ഭൗതികം, ആ വിഭജനം ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്നതിൽ അർത്ഥമില്ല, പക്ഷെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇതിനെ വളരെ ബാലൻസോടുകൂടി മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത സങ്കല്പം മുന്നോട്ട് വെച്ചു എന്നതാണ്. ഇസ്ലാം അല്ലാത്ത മറ്റ് ജീവിത ദർശനങ്ങളിലൊക്കെ ഇത് രണ്ടിനെയും എങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഒരു ചലഞ്ചാണ്. അങ്ങനെയാണ് കത്തോലിക്ക സഭ പുരോഹിതന്മാരായ ആളുകൾക്ക് വിവാഹബന്ധം നിഷേധിച്ചത്. കാരണം അത്തരം ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആത്മീയമായ ഉത്തുംഗതയിൽ എത്തുക എന്ന് 250 കൊല്ലം ചർച്ച ചെയ്ത് അത് പാസാക്കിയതിന് ശേഷം 1000 കൊല്ലം കഴിയുമ്പോഴും അത് പാലിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യനെ ഹലാലാക്കിയ വിശുദ്ധങ്ങളായ വസ്തുക്കളെ ആളുകൾ പലപ്പോഴും ഹറാമാക്കുന്നു. പക്ഷേ സത്യതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ലക്ഷണം അവരിത്തരം ഹറാമുകൾ, അടിച്ചേൽപ്പിക്കപ്പെട്ട ഇത്തരം നിഷിദ്ധതകളെ ഒഴിവാക്കി അള്ളാഹു മനുഷ്യന് അനുവദിച്ച കാര്യങ്ങളെ അവരെന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഹലാലാക്കി കൊടുക്കുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛതകളെ അവർ നിഷിദ്ധമാക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാല അല്ലതി കാനത് അലൈഹിം, അവരുടെ മുതുകുകളിൽ കയറ്റി വെക്കപ്പെട്ട വലിയ വലിയ ഭാരങ്ങൾ, ആ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. ആ ഭാരങ്ങൾ ഇറക്കി വെക്കുക മാത്രമല്ല, അവരെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ച് ചങ്ങലകൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെയല്ല. യഥാർത്ഥത്തിൽ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ വിദ്യാഭ്യാസവും ഡിസൈൻ ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ലോക്കൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നതിനപ്പുറത്ത് അതിൻ്റെ കോണ്ടൻറ്റിൽ വേണ്ട അളവിൽ ഇനിയും കൈവെക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ അറിയണം. അതിനാൽ നമ്മൾക്ക് പലപ്പോഴും അവർ പഠിപ്പിച്ച ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനാൽ അവരുടെ വരവിനെ, അവരുടെ കൊള്ളയെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ആരംഭിക്കുന്ന കൊളോണിയൽ ശക്തികളുടെ വരവ്, അതിൽ 190 കൊല്ലക്കാലത്ത് അവസാനത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കച്ചവടത്തിന് വന്ന ഒരു കമ്പനി, അവർ മുഴുവൻ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ഒരു റൂം ഒരു കൂട്ടർ ബുക്ക് ചെയ്യാം. അതിന് മുതലാളിമാരായ ആളുകളോട് ഞങ്ങൾക്കൊരു സ്ഥലം വേണമെന്ന് പറയാം. സ്ക്വയർ ഫീറ്റ് അളവിൽ അവർക്ക് ചില സ്ഥലം കൊടുത്തിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മുഴുവൻ ഞങ്ങളുടേതാണ്, ഇത് മുഴുവൻ ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന അവസ്ഥ എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ നമ്മെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ ജഹാംഗീർ എന്ന് പറയുന്ന മുഗൾ ഭരണാധികാരിയുടെ കാലത്ത് കച്ചവടത്തിന് വന്ന് പാണ്ഡികശാല കെട്ടാനുള്ള സമ്മതത്തിന് വേണ്ടി മുഗൾ കൊട്ടാരങ്ങളിൽ നിരവധി ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്ന ഒരു കമ്പനി, അതൊരു ഗവൺമെൻറ് പോലുമല്ല, ഒരു സർക്കാരല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഈ മഹാരാജ്യത്തിൻ്റെ അധികാരം കയ്യേറുകയാണ്. അധികാരം കയ്യേറിയത് നിങ്ങൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അന്ന് ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള വിവാഹ മാർക്കറ്റുകളിൽ വലിയ അതൊരു യോഗ്യതയായി പരിഗണിക്കപ്പെട്ടിരുന്നു. അവരെ തിരക്കി പ്രഭുക്കളായ ആളുകൾ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഓരോ പോക്കിലും ഇവിടുന്ന് 10 കണക്കിന് സാധനങ്ങൾ കപ്പലിൽ വെച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. ആ കൊള്ളയെക്കുറിച്ച് നമ്മൾ വെറുതെ പറയുന്നതല്ല. ലോക GDPയുടെ 27% സംഭാവന ചെയ്തിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അവർ പോകുമ്പോൾ 190 കൊല്ലം കൊണ്ട് 4% GDP ആക്കിയത് മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ആ കൊള്ളയുടെ എക്സ്റ്റെൻറ്റ്. ഷെയ്ഖ് യാസർ ഖാദി ഒരിക്കലും അത് രസകരമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സകലതും കൊള്ളയടിച്ചു. അവർ കൊള്ളയടിച്ച കൂട്ടത്തിൽ ലൂട്ട് എന്ന് പറയുന്ന വാക്കുപോലും അവർ കൊള്ളയടിച്ചു. കാരണം ഹിന്ദിയിൽ നിന്നാണ് ആ പദം, ഉറുദുവിൽ നിന്നാണ് അങ്ങോട്ട് ഇംഗ്ലീഷിലേക്ക് ആ വാക്ക് എത്തുന്നത്. അങ്ങനെ സകലതും കൊള്ളയടിച്ചു കൊണ്ടുപോയി സാംസ്കാരികമായ നമ്മുടെ അസ്തിത്വങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. 1757 മുതലുള്ള ഒരു പ്ലാസി യുദ്ധം മുതൽ ബ്രിട്ടീഷുകാരിവിടെ ചെയ്ത ഒരു കാര്യം വേണ്ട അളവിൽ അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് എന്തുമാത്രം സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതേസമയം മുസ്ലിം സമൂഹം ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ്? ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലങ്ങളിലും കൊളോണിയൽ ശക്തികൾക്കെതിരായ സമരത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഉലമാക്കൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇന്ത്യയിൽ തന്നെ ജയിലിലടക്കപ്പെട്ട ആളുകളിൽ നിരവധി പേർ എന്തുകൊണ്ട് ഉലമാക്കളായി? ഒറ്റക്കൊമ്പിൽ തൂക്കിലേറ്റപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ എന്തുകൊണ്ട് ദീനി മദാരിസുകളിൽ പഠിച്ചവരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചരിത്രത്തെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത മറ്റൊരാൾക്കും കീഴടങ്ങുകയില്ല എന്നുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നതിനാൽ മനുഷ്യരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഭാരങ്ങൾ കയറ്റിവെക്കാൻ ശ്രമിക്കുന്ന, മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന സകല ശക്തികൾക്കുമെതിരിൽ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ലിബിയയിലാവട്ടെ, അൾജീരിയയിലാവട്ടെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാവട്ടെ, മുഴുവൻ സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകും. ഫ്രഞ്ചുകാർക്കെതിരിൽ, പോർച്ചുഗീസുകാർക്കെതിരിൽ, ബ്രിട്ടീഷുകാർക്കെതിരിൽ ഒക്കെ ഈ തക്ബീർ മുദ്രാവാക്യമായിക്കൊണ്ട് ഒരടിമത്വവും സഹിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ വിശ്വാസപരമായ പരിസരം തന്നെയാണ്. അല്ലാമ ഇഖ്ബാലിൻ്റെ വളരെ പ്രശസ്തമായ 2 വരികളുണ്ട്. ഏക് സജ്ദ ജിസേ തൂ ഗിരാൻ സമജ്താ ഹേ, ഹസാർ സജ്ദേ സേ ദേത്താ ഹേ ആദ്മി കോ നജാത്ത്. ഈ ഒരൊറ്റ സജ്ദ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രണാമം, ഈ സാഷ്ടാംഗം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മം, അത് 1000 സജതകളിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കും. കാരണം ജീവിതം മുഴുവൻ നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കുനിയാൻ നിങ്ങൾ തീരുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിരവധി തമ്പുരാക്കന്മാരുടെ മുന്നിൽ, നിരവധി ദൈവങ്ങളുടെ മുന്നിൽ നമ്മൾ കുനിയേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനാൽ അത് ചെയ്തുകൂടാ എന്ന് വിശ്വാസപരമായി തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. മുസ്ലിം സമൂഹത്തെ ഇവിടെ നേരത്തെ അധികാരം കൈയാളിയിരുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നതിനാൽ അതികഠിനമായ പ്രതികാര നടപടികളാണ് ബ്രിട്ടീഷുകാർ 1 ഇഞ്ച് സ്പേസ് കൊടുത്ത സമയം മുതൽ മുസ്ലിം സമൂഹത്തോട് സവിശേഷമായി തന്നെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൽ ഭരണത്തിൽ വന്നവർ ആദ്യം ചെയ്തത് നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികൾക്ക് മുഴുവൻ ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് മുസ്ലിം സമൂഹം പിന്നാക്കമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം വേണ്ടതില്ല, സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കേണ്ടതില്ല എന്നൊരു ദിവസം ഉലമാക്കളെല്ലാവരും കൂടെ യോഗം ചേർന്ന് തീരുമാനിച്ചതായിരുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. പകരം സമൂഹത്തിൻ്റെതായിരുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന സ്വത്തുക്കൾക്കെല്ലാം ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അടിവേരറുന്നു. പിന്നീട് പേർഷ്യൻ ഭരണഭാഷയിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷാക്കി 1737 ആയപ്പോഴേക്ക് 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. വില്യം ഡാരിബിളിൻ്റെ ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വളരെ വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ 1857 സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നറിയുമ്പോഴാണ് എന്തായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ റോൾ അതിൽ എന്ന് നമ്മൾ അറിയുക. ഡൽഹി ജുമാ മസ്ജിദ് 1857 മുതൽ 1862 വരെയുള്ള 5 കൊല്ലക്കാലം ഒരു വക്ത് നമസ്കാരം പോലും നടന്നില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന സിഖ് റെജിമെൻറ്റിൻ്റെ കുതിരകളെ കെട്ടാനുള്ള സ്ഥലമായിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. നിരന്തരമായ റെപ്രസെൻറ്റേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുത്ത് ഇത് ബുദ്ധിപരമായ ഒരു തീരുമാനമാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി 5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ പള്ളിയുടെ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. അന്ന് നശിപ്പിക്കപ്പെട്ട പള്ളികളുടെ എണ്ണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന താജ്മഹൽ, ചെങ്കോട്ട എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയ സ്ഥലം, 1757 മുമ്പുണ്ടായിരുന്ന ചെങ്കോട്ടയുടെ 1/5 ഭാഗം മാത്രമാണ് ബാക്കിയായത്. ഇപ്രകാരമുള്ള അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ആരെയാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ രാജാവാക്കുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വെറുപ്പിൻ്റെ അന്തരീക്ഷം നിരന്തരമായി മുസ്ലിം സമൂഹത്തിനെതിലും സവിശേഷമായ ഒരു പ്രത്യേക രാജ പരമ്പരയ്ക്കെതിരിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അവരിൽപ്പെട്ട ബഹദൂർ ഷാ ജഫർ എന്ന് പറയുന്ന അതീവ ദുർബലനായ 85 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ഒരാളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ആളുകൾ ഒന്നിച്ചേർന്ന് ഇയാൾ വേണം ഞങ്ങളുടെ രാജാവായി, ബ്രിട്ടീഷുകാരെ പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാൻ മാത്രം ഐക്യവും സാഹോദര്യവും ഫ്രറ്റേണിറ്റിയും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കണം. വിനായക് ദാമോദർ സവർക്കർ അതിനെക്കുറിച്ച് 1-ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടും. അതിനാൽ അങ്ങേയറ്റത്തെ പ്രതികാര നടപടികൾ ഡൽഹിയിലുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന, ഇന്ന് സാക്കിർ ഹുസൈൻ ഈവനിങ് കോളേജ് എന്ന് പറയുന്ന ഡൽഹി കോളേജ് അടച്ചു പൂട്ടി 40 കൊല്ലത്തിന് ശേഷമാണ് പിന്നീട് തുറക്കുന്നത്. പക്ഷേ
അള്ളാഹുവിൻ്റെ മറ്റു ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും. ദയൂബന്ദ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് തന്നെ പ്രശസ്തമായിരിക്കുന്ന ഇസ്ലാമിക കലാലയത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും തുടങ്ങാൻ ഇടയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷീദ് അഹമ്മദ് ഗാംഗോഹിക്കും മുഹമ്മദ് ഖാസിം നാനൂതബിക്കും ഡൽഹിയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അവർ അന്ന് നവാബിൻ്റെ കീഴിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് പുറത്തുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോയതിനെ തുടർന്നാണ് പിന്നീട് ദയൂബന്ദിൽ സ്ഥാപനമുണ്ടാകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ റെക്കോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് 5 പൈസ ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ വാങ്ങുന്നതല്ല എന്നുള്ളതാണ്. അത്രമാത്രം ശത്രുതാപരമായ കാര്യമായിരുന്നു. അതിൻ്റെ തന്നെ മറ്റൊരു അനുരണനമാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ബ്രിട്ടീഷുകാരുമായി നിരന്തരമായ സംഘർഷത്തിന് പോയി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആലോചനയിൽ നിന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മറ്റൊരു മഹത്തായ സ്ഥാപനം ഉടലെടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെയാണ്. അതിനാൽ നമ്മളൊരിക്കലും ഈ സന്ദർഭം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അങ്ങേയറ്റത്ത് നിരാശയുടെ പടുകുഴി 1857 മുതൽ 1900 തുടക്കം മുതൽ വരെയുള്ള 40-40 കൊല്ലക്കാലത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ കഥ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നാം അനുഭവിക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനെ മറികടക്കാൻ അള്ളാഹു നമ്മെ സഹായിച്ചു. അതിനാൽ ഈ സമൂഹത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ തുല്യ പൗരർ എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തിയ ത്യാഗങ്ങളുടെ ഫലമാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളതറിയാം. ഹിന്ദുവാവട്ടെ, മുസ്ലിം ആവട്ടെ, മറ്റു മതക്കാരാവട്ടെ, ഈ ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശ്രമത്തിൽ പങ്കില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെ നെഗേറ്റ് ചെയ്യാനും അതിനെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആത്മാഭിമാനം വ്രണപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൊളോണിയൽ ഭരണം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അവർ തട്ടിയെടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസയോ രാഷ്ട്രീയാധികാരമോ അല്ല, മറിച്ച് നമ്മുടെ ആത്മാഭിമാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ അവർ നമ്മുടെ ഉള്ളിലെല്ലാം അവരെന്ത് ചെയ്തു? പങ്കജ് മിശ്ര എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഓദർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം അവരോടൊരു വെറുപ്പ് തോന്നി, പിന്നീട് അവരോടൊരു കൗതുകം തോന്നി, പിന്നീട് അവരോടൊരു അത്ഭുതവും ആദരവും തോന്നി. അങ്ങനെ അവരുടെ ജീവിത കാഴ്ചപ്പാടുകളെ സ്വന്തം ജീവിത കാഴ്ചപ്പാടുകളാക്കി ഇന്ത്യക്കാർ മാറ്റുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിലൊരു ചലഞ്ച് എപ്പോഴും നിലനിന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ പരിസരത്ത് നിന്നുകൊണ്ടാണ് എന്നുള്ളതിനാൽ മുസ്ലിങ്ങളെ എപ്പോഴും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹ്യമായി അവരെ ഇടിച്ചു താഴ്ത്താനുമുള്ള ശ്രമങ്ങൾ കൊളോണിയൽ ശക്തികൾ നിരന്തരമായി എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ദുരന്തഫലമാണ് ലോകമെന്ന് മൊത്തത്തിൽ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രം നിൽക്കുന്നതല്ല, പിന്നീട് നമ്മൾ മുന്നോട്ട് വരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓരോ കഥകൾ നോക്കുമ്പോൾ ഖിലാഫത്ത് മൂവ്മെൻ്റ് ആവട്ടെ, നോൺ കോപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മൂവ്മെൻ്റ് ആവട്ടെ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസപരമായ പരിസരത്തെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 1939 മുതൽ 47 വരെ നടന്ന ചില സംഭവ വികാസങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു നരേറ്റീവാണ് പിന്നീട് ഇവിടെ വികസിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ വാഞ്ചയെക്കുറിച്ചുമുള്ള പാഠങ്ങൾ നമ്മൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അറിയാത്തൊരവസ്ഥയുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ സംഭവിച്ചതുപോലും ഈ 39-47 കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലും ആരായിരുന്നു പ്രതി എന്നുള്ളത് മറ്റൊരു വിഷയമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്നും പോകാനൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും ഇവിടെ നിൽക്കും ഞങ്ങൾ, ഇത് ജനിച്ച മണ്ണാണ്, ഞങ്ങളുടെ പ്രപിതാക്കളുടെ മണ്ണാണ്, അതിനാൽ ഈ മണ്ണിൽ നിൽക്കുമെന്ന് തീരുമാനിച്ച ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ബാധ്യത. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതാണ്. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നമ്മുടെ ആഘോഷങ്ങളോ മധുരപലഹാര വിതരണങ്ങളോ അല്ല. നമ്മൾക്ക് അന്തസ്സുണ്ടാവുക, നമ്മളുടെ സഹജീവികൾക്ക് അന്തസ്സുണ്ടാവുക, ആ അന്തസ്സുണ്ടാകാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സമൂഹത്തിൽ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ അവരുടെ പട്ടിണി മാറ്റാൻ ശ്രമിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, കാരണം അന്തസ്സിന് വേണ്ടി നിങ്ങളൊരാളെ സഹായിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ധാരാളക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പട്ടിണിക്കെതിരെയുള്ള സമരമാണ്. ഈ മുസ്ലിം സമൂഹം, മലബാറിലെ മുസ്ലിം സമൂഹം 1921 മുതൽ ഗൾഫ് വരുന്നത് വരെയുള്ള ഒരു കാലത്ത് അനുഭവിച്ച സാമൂഹ്യമായൊരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് മോചനം നൽകുകയാണ് അള്ളാഹു ഗൾഫിൻ്റെ വാതിൽ തുറക്കുന്നത് വഴി നമുക്ക്. അതുവഴി നമ്മുടെ നാട്ടിൽ ധാരാളമായി സമ്പത്ത് എത്തുന്നുണ്ട്.
പക്ഷേ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് മറ്റു പല മേഖലകളിൽ നമ്മൾ പിന്നിലായി പോയി എന്നുള്ളത്. പക്ഷേ അതിനെപ്പോലും മറികടക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ നടത്തുന്ന ശ്രമം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. ഞാനൊരു കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് അല്ല, ആ കച്ചവടം ഉണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതെങ്ങനെ എനിക്ക് നാളെ അള്ളാഹുവിങ്കിൽ പ്രതിഫലാർഹമായ ഒരു കാര്യമായി എനിക്ക് മാറാം. എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നു ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ, നാഥ എന്നുള്ള രീതിയിൽ. അത് എങ്ങനെയാണ് അള്ളാഹുവിൽ പ്രതിഫലമാർഹമായ കാര്യമായി മാറുക? നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ നന്മക്കൊരു പ്രേരകമുണ്ടാകും. അതിനെയാണ് നമ്മൾ നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ സാമ്പത്തിക ജീവിതം, എൻ്റെ സാമൂഹ്യ ജീവിതം, ഈ നാട്ടിലെ ആളുകളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണം. എൻ്റെ കുടുംബത്തിന് ആത്മാഭിമാനം ഉണ്ടാകണം, എൻ്റെ സമൂഹത്തിന് ആത്മാഭിമാനം ഉണ്ടാകണം. ജാതി മത പരിഗണനകൾക്ക് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സമാധാനം കൊടുക്കാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കുവാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, എവിടേക്കും യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണോ ഈ സമൂഹത്തിൽപ്പെട്ടവർ 100 കൊല്ലക്കാലം ഇവിടെ ഉണ്ടാക്കിയത്, അതുപോലുള്ള ഒരവസ്ഥ ഇനിയും സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ മാറണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ആളുകൾ അന്തസ്സോടുകൂടി ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളെയും, രാജ്യവിരുദ്ധരായ മുഴുവൻ ശക്തികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഈ സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ.